നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ആ തീരുമാനം വന്നിരിക്കുന്നു. ഹ്യൂമിൻസൺ തീരുമാനിച്ചിരിക്കുന്നു, വിടുകയാണ്. ടോട്ടൻഹാം ഹോട്ട്സ്പർ വിടുകയാണ്. ഇനി MLS ഓർ സൗദി അറേബ്യ. അദ്ദേഹം തന്നെ ഇന്നലെ കൺഫേം ചെയ്തു പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ലബ്ബ് വിടണമെന്ന്. ഇവിടെ ഞാനൊരു കുഞ്ഞായി വന്നതാണ്, ഇപ്പോൾ ഞാനൊരു മനുഷ്യനായിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങളിൽ ഒന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ഹ്യൂമിൻസൺ പറയുന്നു. ഹ്യൂമിൻസണിൻ്റെ വാക്കുകളിലേക്ക് പോകും മുമ്പ് ഫബ്രീസിയോയുടെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. ഫബ്രീസിയോ പറയുന്നു, ഹ്യൂമിൻസൺ തീരുമാനിച്ചിരിക്കുന്നു ഈ സമ്മറിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ വിട്ടുപോകാൻ. പ്ലെയർ ടോട്ടൻഹാം ഹോട്ട്സ്പർ മാനേജ്മെൻറ്റിനെ ഇത് അറിയിച്ചിരിക്കുന്നു. പുതിയ മാനേജർ തോമസ് ഫ്രാങ്കിനെയും അറിയിച്ചിരിക്കുന്നു. MLS ക്ലബ്ബായിട്ടുള്ള LAFC നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സൗദി ക്ലബ്ബുകൾ അദ്ദേഹത്തെ മെയ് മാസത്തിൽ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ തീരുമാനം ആ കാര്യത്തിൽ എടുത്തിട്ടില്ലെങ്കിലും MLS ആണ് മോസ്റ്റ് ലൈക്ലി ഡെസ്റ്റിനേഷൻ. അദ്ദേഹം പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് MLS തന്നെയാണെന്ന് ഫബ്രീസിയോ റൊമാനോ പറയുന്നു. ഏതായാലും ഹ്യൂമിൻസണിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടം വിട്ട് പോകണമെന്ന്. എൻ്റെ ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഫ്രഷ് ചലഞ്ചുകൾ വേണം. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങളിൽ ഒന്നാണ്. ഞാൻ നോർത്ത് ലണ്ടനിലേക്ക് ഒരു കിഡായിട്ടാണ് വന്നത്. ഒരു യങ് മാനായിട്ട് ഞാൻ ഇവിടം വിട്ടു പോവുകയാണ് എന്നുകൂടി ഹ്യൂമിൻസൺ പറയുന്നു. ഏതായാലും ഹ്യൂമിൻസണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ തന്നെ നീണ്ടകാലം കളിച്ച് ഒരു കിരീടമില്ല എന്നുള്ളത് ഈ പോയ സീസണിൽ അങ്ങ് തീർത്ത് എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നം അവിടെ വെച്ച് അദ്ദേഹം നേടിയിട്ടാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.